സഖറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ മഹത്വമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 2 ദൂതന്മാർ നമുക്ക് കാണാം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ, ഒന്ന് കർത്താവായ യേശുക്രിസ്തു ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡും, മറ്റൊന്ന് കർത്താവിൽ നിന്ന് ഈ സന്ദേശം സഖറിയാവിനെത്തിക്കുന്ന ദൂതനുമാണ്. ഇവിടെ എന്താണ് ഈ സന്ദേശം സഖറിയാവിനോട് ഈ ദൂതൻ പറയുന്നത്? ഒന്ന്, യെരുശലേം മതിൽ കൂടാതെ ആളുകൾ നിറയുന്ന ഗ്രാമം പോലെയാവും എന്ന് പറഞ്ഞാൽ, ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറപ്പെട്ട ആളുകളെ ദൈവം മടക്കി വരുത്തി ഇസ്രയേൽ ഒരു ജനസമുദ്രമായി മാറും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മതിലില്ലാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ജനബാഹുല്യം കൊണ്ട് നിറയുന്ന ഒരു വീതിയായി യെരുശലേം മാറും. നമ്മൾ സഖറിയ പ്രവാചകൻ്റെ പുസ്തകവും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും മറ്റ് പ്രവചന ഗ്രന്ഥങ്ങളും പഠിച്ചാൽ, യേശുക്രിസ്തു ലോകത്തിൻ്റെ രാജാവായി ഭരിക്കുന്ന കാലത്ത് അന്ന് ലോകത്തിലെ ഭരണാധികന്മാരും ജനങ്ങളും കർത്താവിനെ കാണുവാൻ നേരിട്ട് യെരുശലേമിലേക്ക് വരികയാണ്. അവിടെ ഒരു ജനബാഹുല്യം നമുക്ക് കാണാം. മതിലുകൾ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് ശത്രുക്കളെ അകത്തേക്ക് കടത്തിവിടാതിരിക്കാനാണ്. എന്നാൽ കർത്താവ് ഭരിക്കുമ്പോൾ അവിടെ മതിലിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ദൈവം തന്നെ അവൾക്ക് ചുറ്റും തീ മതിലാകും എന്ന് പറയുകയാണ്. ദൈവം തന്നെ അവൾക്ക് ചുറ്റും തീ മതിലായി നിൽക്കുന്ന ഒരു കാലഘട്ടം ഇസ്രയേലിനുണ്ടാകും. മാത്രമല്ല, ഇസ്രയേലിൽ നിവാസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രതിരോധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. ഇസ്രയേലിന് വാസ്തവത്തിൽ ദേവാലയം പണിയുകയും മതിൽ പണിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും യെരുശലേം ആക്രമിക്കപ്പെട്ടു, മതിലുകൾ തകർക്കപ്പെട്ടു. എന്നാൽ കർത്താവ് ഈ ലോകം ഭരിക്കുമ്പോൾ അവർക്ക് ഒരു ശത്രുവിനെ ഭയപ്പെടാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അത് വാസ്തവമായും ദൈവത്തിൻ്റെ അനുഗ്രഹം അന്നേ അവർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇന്നവരിൽ സകല ജാതികൾക്കും ഭാരമുള്ളൊരു കല്ലായി മാറുന്നത്? അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, അവരുടെ മശിഹായെ തള്ളിക്കളഞ്ഞു. അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവനെ ക്രൂശിച്ച് കളഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും വരട്ടെ എന്നവർ പറഞ്ഞു. ഏറ്റവും ദുരന്തപൂർണമായ ഒരു ജീവിതത്തിലേക്ക് ഇസ്രായേൽ നിന്ന് മാറ്റപ്പെട്ടത് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ അനന്തരഫലമാണ്. നമുക്കറിയാം, ഇന്നും അവരെ ഇനിയും അതിഭയങ്കരമായ ട്രിബുലേഷൻ, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നറിയപ്പെടുന്ന മഹാപീഡന കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 70-ാം ആഴ്ചവട്ടം യഹൂദനോടുള്ള ബന്ധത്തിൽ ഇനി ലോകത്ത് നടക്കാൻ പോവുകയാണ്. അത് മഹാപീഡന കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പറയുന്ന ആ ട്രിബുലേഷൻ, ആ മഹാപീഡന കാലഘട്ടം ഇസ്രയേലിനെ സംബന്ധിച്ച് ലോകത്തിൽ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന അതിപ്രധാനമായ ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ദൈവസഭ ഈ അനുഗ്രഹം ആത്മീയമായി പൂർണ്ണമായും അനുഭവിക്കുകയാണ്. ഒന്ന്, ഇന്ന് കർത്താവിൻ്റെ സഭയെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവൻ ഇന്ന് പരന്നു കിടക്കുന്ന ഒരു ജനസഞ്ചയമായി ക്രിസ്തുവിൻ്റെ സഭ മാറാനിടയായി. നമുക്കറിയാം, യെരുശലേം എന്ന് പറയുന്ന ആ പട്ടണത്തിൽ പെന്തക്കോസ്ത് നാളിൽ 120 പേരടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ആ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതനായി പത്രോസ് ആദ്യ സുവിശേഷ പ്രസംഗം നടത്തി. 3000 പേര് അന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട്, യഹൂദന്മാരും തന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്നു. അന്ന് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതാണ് ക്രിസ്തുവിൻ്റെ സഭ. ഈ 2025 വർഷങ്ങൾ തികഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ സഭ AD 33 ആരംഭിച്ചതെങ്കിൽ 2033 തികയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സഭയുടെ 2000 വർഷം തികയാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നത്, ഈ കാലഘട്ടങ്ങൾ കൊണ്ട്
സഭ ലോകത്തിൽ വർദ്ധിച്ച് പെരുകുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, സഭയെ ദൈവം സംരക്ഷിച്ചു നിർത്തുന്നത് ഏതെങ്കിലും മാനുഷികമായ സംരക്ഷണ വൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. ദൈവജനവും ദൈവദാസന്മാരും ഇന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം അവർക്ക് തീമതലായിരിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ തലമുടി പോലും ഞാൻ അറിയാതെ നിലത്ത് വീഴുകയില്ല. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവരുണ്ട്, അപമാനം ഏൽക്കുന്നവരുണ്ട്. എന്നാൽ അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. മറ്റാരേക്കാളധികം തൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിൻ്റെ വേദന കർത്താവ് തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ പരിശോധനയിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ നിവാസിക്കുന്ന ദൈവമഹത്വം ഇന്ന് സഭയിലാണ് വെളിപ്പെടുന്നത്. സഭയാകുന്ന നിലവിളക്കിൻ്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, സൂര്യൻ ശക്തിയോടെ ജ്വലിച്ചു പ്രകാശിക്കുന്ന മുഖമുള്ളവനായി ഇന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, അവനെ പിൻപറ്റാം. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.